അഞ്ചുകുട്ട വാതിലൊക്കെ പൂട്ടിട്ടൊക്കെ തീറ്റിച്ചു കൊല്ലാനുള്ള പരിപാടിയായിരിക്കുള്ളൂ. ബീഫ് സൂപ്പറാണ്ട. നീ എടുക്കുന്ന ഓരോ ബീഫിന്റെ കഷ്ടത്തിനും നമ്മുടെ ജീവന്റെ വിലയുണ്ട്. കഴിക്കേ. കരിമീൻ സൂപ്പറാണ്ട. അയ്യോ സാറേ, ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. സാറെന്തിനാ ഞങ്ങളെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ലല്ലുവിനോട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ഇവിടുത്തെ തൊട്ടി പിള്ളേരുമായിട്ട് കൂട്ടുകൂടരുത്. എന്നിട്ടും അവൻ നിങ്ങളോട് കൂട്ടുകൂടി. പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഒരു കാര്യം അവൻ അനുസരിച്ചിട്ടില്ല. ആയതിനാൽ നിങ്ങൾ പറഞ്ഞാൽ അവൻ അനുസരിക്കും. നിങ്ങൾ പറഞ്ഞാലേ അവൻ അനുസരിക്കും. അത്രേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യൂലേ? വെറുതെ പേടിച്ച് ടെൻഷൻ അടിച്ചൊരു ചെറുത് വെച്ചാലാ. അല്ല സാറ് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ലല്ലുവിന്റെ കല്യാണം നടത്തും. ഇത്രയും നാൾ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് അവനെ നീട്ടിക്കൊണ്ട് പോവാ. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണെ നിങ്ങൾ കണ്ടെത്തി കൊടുക്കണം. അതിന് ആരായാലും ശരി, അവരോട് കൊമ്പനായിലെ ജോണിന്റെ മകനാണെന്ന് പറഞ്ഞാൽ മതി. കൊമ്പനായിലെ ജോൺ ആരാന്ന് ചോദിച്ചെന്തോ പാഞ്ചി. എന്താ കൊമ്പ സാറേ? കൊമ്പസാറാവാ. ഇനി ലല്ലുവിന്റെ കല്യാണം നടത്തുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാ. ഇതുവരെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായില്ല, ഇപ്പഴാ ജീവിതത്തിൽ ഒരു അർത്ഥമൊക്കെ ഉണ്ടായത്. സാർ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ലല്ലുവിന്റെ കല്യാണം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ സുമലത ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ചുമതല അത് തന്നെ, ആ തല. സാറേ, ആ ചിക്കത്തിന്റെ പീസ് എടുക്കൂ. കയ്യെത്താൻ തന്നെ. ചിക്കൻ സൂപ്പറാണ്ടോ. ആ തോക്കും കൂടിയാണ് മിണുങ്ങ്. രോമാഞ്ചം ചുമണിയാടാ. ഇപ്പൊ ഞാൻ മണം പിടിച്ച് വരുന്നാണ്ടാ. ഇപ്പൊ ഇനി വടിയും വേണ്ട, ആരും കയ്യിൽ പിടിക്കണ്ട. എന്താ പഞ്ചക്കുട്ടി ആദ്യമായിട്ട് കുടിക്കണല്ലേ? എന്റെ ടച്ചിങ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര കുടുംബത്തെ പറഞ്ഞ സ്കോച്ച് ഉണ്ടെങ്കിലും ടച്ചിങ്സ് ആയിട്ട് ഇത്തിരി കൂതറം അകത്തി എന്നില്ലെങ്കിലേ എനിക്ക് എടുത്ത കട്ടി വരും. നീ ടച്ചിങ്സ് അടിച്ച് കാലം കഴിക്കാണ്ട് ഒരു പെഗടിക്ക്. നീ ആളെ സൂപ്പറാണ്, കുടിച്ചോക്ക്. നീ കഴിച്ചോടാ. ചേട്ടാ, ഓ വല്ല രക്ഷ ഉണ്ടോ? എവിടാ? ഒരു പൂച്ചൂട്ടി പോലും കിട്ടിയില്ല. അമീബാണായിരിക്കണത്. ആ വെറുതെ അല്ല, ആ എണ്ണം കെട്ടനെ പിടിച്ച് മുമ്പിലിരുത്ത മീൻ അടന്നു വരാനാണ്. ഇറങ്ങട എന്റെ വെള്ളത്തിൽ നിന്ന്. നടക്കൂല. ഞാനാ പറയണത് നടക്കൂന്നോ? ഞാൻ നടക്കും. ഞാനാ പറയുന്നത് നടക്കൂല. നീ ബെറ്റോ കണ്ട. നടക്കൂന്ന് പറഞ്ഞാൽ നടക്കും. എന്താണ് രംഗം ഭാഷളേ? അല്ലേ ഈ പുള്ളി പറയണേ ലല്ലു മൂത്തടിച്ച് മൂക്കി പല്ലു വന്നാലും പെണ്ണിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞ അടുത്ത 3 മാസത്തിനുള്ളിൽ ലല്ലു പെണ്ണിട്ടിരിക്കുന്നു. ഒന്ന് പോടപ്പാ. പള്ളി രണ്ടിരാൻ പോലും ഇവൻ പെണ്ണിട്ടേനാ. അത് നടക്കാൻ പോലില്ല. നടന്ന് അഥവാ ഇവൻ സമ്മതിച്ചാലും ഞാൻ കല്യാണം നടത്തിക്കൂല. അവന്റെ കല്യാണം നടത്താന്ന് പറഞ്ഞ അവന്റെ അപ്പനെ കള്ളും മേടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഇവൻ ഇതൊക്കെ നശിപ്പിക്കും. ഓഹോ, രംഗപടം സുജാതനാണല്ലേ? എല്ലാം മനസ്സിലായി. കൊമ്പനായിലെ ജോൺ സാറ് ഞങ്ങളെ വിളിച്ചത് പറയണമെങ്കിൽ അങ്ങേര് എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങേര് പറഞ്ഞത് കാര്യമില്ലേ? നിനക്കെന്താ കല്യാണം കഴിച്ചാല്? നീ ഒരു ഹ്യൂമൻ ബീയിങ് അല്ലേ? ഹ്യൂമൻ ബീയിങ് അല്ലേന്ന്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ തമാശയായിട്ടാണല്ലേ വിചാരിച്ചേക്കണേ? ഞാൻ പറഞ്ഞത് നേരാണ്. ഞാൻ ജീവിതത്തിൽ എത്രയോ പെണ്ണുങ്ങളെ കണ്ടേക്കണം. എനിക്കങ്ങനെ സ്പാർക്ക് വന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാൾ വരട്ടെ. അതിനു മുമ്പേ ഞാൻ ആരെങ്കിലൊക്കെ പോയി കിട്ടിയിട്ട് ഇപ്പൊ എന്തിനാണ്? അത് മഴക്കാലത്തെ കറണ്ട് പോലെയാണ്. വരുമ്പോ വരട്ടെ. അപ്പൊ ഈ വരുന്ന പെണ്ണിന് സ്പാർക്ക് ഉണ്ടാന്ന് എങ്ങനെ അറിയും? എടാ, അവള് വരുമ്പോ ചില തമിഴ് സിനിമയിലെ നായകന്മാര് വരുന്ന പോലെ ഇരിക്കും. ഇളയരാജയും എ.ആർ. റഹ്മാനും ചേർന്ന് അവൾക്ക് വേണ്ടി സംഗീതം ഒരുക്കും. വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒരുമിച്ചിരുന്ന് വരികൾ എഴുതും. ശ്രേയഘോഷല് ഞാനും ചേർന്ന പാട്ട് പാടും. അതിന് ശ്രേയാഘോഷല് ബസ് സ്റ്റാൻഡിൽ നിന്ന് വയറ്റത്തടിച്ച് പോരാൻ സമ്മതിക്കോ? ഒന്ന് പോയോടോ. ഇവിടെ സ്പാർക്കിന്റെ കാര്യം പറഞ്ഞതിന്റെ ഇടയിലാണ്. എടാ, നമ്മളത് തേടിപ്പോയി കണ്ടുപിടിക്കുന്ന കാര്യമൊന്നുമില്ല. അതൊക്കെ അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഷോക്ക് അടിക്കുന്ന പോലെ അല്ലേ? ഇപ്പൊ എന്തോ അടിക്കണ്ടല്ല. ഫോണാണോ? ആടാ പാപ്പി, പറടാ. ലല്ലു ഇപ്പൊ എവിടെയാ? എടാ, ഞാനിപ്പോ ജങ്കാറില്. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ അല്ലേ? ആ, എൻജോയിങ് ലൈഫ് അല്ലേ?
ഇയാളെ തന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. പക്ഷെ അതിന്റെ പേര് ബാക്കിയുള്ളവർ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നത്. ഞാനും ടാനും തമ്മിൽ എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ആണെന്നറിയോ? അവൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടറിയോ അവളുടെ ഡാഡി നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിച്ച്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഐ നെവർ എക്സ്പെക്ടഡ് എനി ഓഫ് ദിസ്. ഇയാളിനി ഏത് രാജകുമാരി വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ കാണുമല്ലോ 10ാം ക്ലാസ് ഒക്കെ തോറ്റ പെൺപിള്ളേര്. അവരെ ആരെങ്കിലും കിട്ടിയാ പോരെ. അതൊന്നുമല്ല, ലല്ലുവിന് എങ്ങനെയെങ്കിലും എന്റെ കല്യാണം മുടക്കണം, അത്രേ ഉള്ളൂ. ബുൾഷിറ്റ്. എന്താടാ പാപ്പിനാപ്പയും കൊച്ചു നല്ല ചീത്ത പറഞ്ഞു തോന്നണം. അതല്ലേ ഈ പറഞ്ഞത്. ഈ പറഞ്ഞ സ്പാർക്കുള്ള പെണ്ണിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. മുട്ടുവിൻ തുറക്കപ്പെടും, തോണ്ടുവിൻ പിടിക്കപ്പെടുന്നല്ലേ. നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. കിസ്മത്ത് എന്നൊന്നുണ്ട് മോനെ. നിന്റെ ഹുറി നിന്നെ തേടി വന്നിരിക്കും. ചിലപ്പോ നാളെ തന്നെ. നാളെ നമുക്ക് എവിടെയാണ് പണിയെന്ന് അറിയാമോ? എവിടെയാണ്? സുന്ദരികളായ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ എറണാകുളം സെന്റ് ട്രീസാസ് കോളേജ്. ഓമനക്കുട്ടി. പടേ കണ്ണി തന്നെ വെക്കണോട്ടാ, തലേക്കേറ്റ് വെക്കരുത്, കാല് വലുതാവും. ഓക്കേടാ, രാത്രി തരാട്ടാ. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ മാറിയിരിക്കും, അല്ലെങ്കിൽ ഡ്യൂക്കിരിപ്പുണ്ട്. വേണോ? എന്റെ പൊന്നു, ഞാൻ നേരെ സ്വർഗത്തിലോട്ടൊന്നല്ല പോണേ, കോളേജിലോട്ടാണ്. നീ ആ കീ ഒന്നെടുത്ത്. ഫുൾ ബുള്ളറ്റ് ആണല്ലോ. ഡൂക്ക് എടുത്താൽ മതിയായിരുന്നു. പൈനാപ്പിൾ സുന്ദരനല്ല. ഹലോ മോളെ. ഹായ് ചക്കര. കുട്ടിയൊന്ന് മനസ്സ് വെച്ചാൽ കുട്ടിയുടെ നാളെ ഏതാ? മൂലം. എന്ത് കോലടപ്പാ. ഓ നിന്നോക്കെ. ഇതെന്താടെ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മേടിച്ചേ. പറഞ്ഞില്ല തെണ്ടി. ഞങ്ങളോട് നിനക്ക് ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു ഷഡ്ഡി കൂടി മേടിച്ചിട്ടൂടെ? അതൊക്കെ ആര് കാണാനാ? ഞാൻ കണ്ടല്ലോ ഇപ്പൊ. നീ ഇത്രല്ലേ കണ്ടോളൂ. ഇതിലും വലുതുണ്ടോ? അങ്ങോട്ട് നോക്കിയേ. കട്ടപ്പ, നീ എന്നെ പുറകെ നോക്കിയില്ലേ? അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ. ഹലോ പാജിക്കുട്ട, കണ്ണാപ്പിയാണ്. ഓ മനസ്സിലായി. എന്താ ഇന്ന് പണിയണ്ടാ? എങ്ങനെ? ഞാനിന്ന് ഫ്രീ ആണെന്ന്. എടാ സെന്റ് ട്രീസാസ് കോളേജിലാണ് പണി എന്നിട്ട് വിളിക്കണ 11ാമത്തെ നാറിയാണ്. വെച്ചിട്ട് പോടാ പോടാ മോറ. ലല്ലൂടെ പോയത്. മാം, അവിടെ ബാത്റൂമില് അവിടെ ആരോ. പോഞ്ചിക്കുട്ടൻ, മിസ്റ്റർ പാഞ്ചി, വാട്ട് നോൺസെൻസ്. കുട്ടികളുള്ളപ്പോ ബാത്റൂമിലേക്ക് പേടിക്കാൻ ഇവരെ ആരാ പറഞ്ഞു വിട്ടത്? അതേത് നാറിയാണ്? ഇവനെങ്ങനെ ഇവിടെ എത്തി? നിന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ? ഐ വിൽ കോൾ ദി പോലീസ്. അയ്യോ, ഐ ഒബ്ജക്ഷൻ യുവർ ഓർഡർ. മാഡം, എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. ഇത്രയും പെൺപിള്ളേര് വരുന്ന ബാത്റൂമാണിത്. അവരുടെ സുരക്ഷയെ മുൻനിർത്തി എന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഞാനാണ് ഇവനെ പ്രത്യേകം നിയമിച്ചത്. മാഡത്തിന് അറിയോ, ഇവൻ ജന്മനോ അനന്തനാണ്. അനന്തൻ. യെസ്, ഹി ഈസ് റിയലി ബ്ലൈൻഡ്. കണ്ണുകൊണ്ടുടന്ന് കണ്ടാ കണ്ടാ നിശ്ചല ഛായാഗ്രഹണം കണ്ടാ. അയ്യോ സോറി മിസ്റ്റർ പാഞ്ചി, റിയലി സോറി. ഓക്കേ ഓക്കേ മോനെ സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ മാഡം. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. നിങ്ങളെല്ലാം അപ്പുറത്തേക്ക് പോയിക്കോ. മണം പിടിച്ച് നീ ഇവിടം വരെ എത്തിയടാ ലെമട്ടി മോനെ. എന്നിട്ട് കിന്നാരി തുമ്പിലെ ഡയലോഗ് നിന്നെ ആരോടാ ഇങ്ങോട്ട് വിളിച്ചത്? ലല്ലൂനൊരു കൂട്ടിന്. എന്നിട്ട് ലല്ലോടെ ഓ എന്റെ പൊന്നേ. ഓ
നീ ഇവിടെ പണിയെടുക്കാൻ വന്നതാണ്. നിന്നെ സ്പാർക്ക് നോക്കാൻ കൊണ്ടുവന്നതല്ലേ? നെല്ല് തേടി എലിയും പുല്ല് തേടി പശുവും എല്ല് തേടി പട്ടിയും അങ്ങോട്ട് ചെല്ലണം. പിന്നെ ലല്ലു മാത്രം എന്തിനിവിടെ നിൽക്കണം? എനിക്ക് നോക്കാൻ നാണോ പഞ്ചിക്കോട്ട? നീ വന്നേന്ന്. ശരിയാവില്ല. ഇത് വെക്കട്ടെ, ഇത് വെക്കട്ടെ പഞ്ചിക്കോട്ട. പെയിന്റ് മാട്ട. സകല സുന്ദരികളും മലവെള്ളപ്പാച്ചിലെ ഉണക്കത്തേങ്ങ പോലെ ഒഴി നടക്കുന്ന സ്ഥലമാണിത്. സ്പാർക്ക് ഉള്ളതിനെ നോക്കി നീ സെലക്ട് ചെയ്യേ. ഒരക്കണ് പിന്നെയും ദൈവമേ, ഇത്രയും ആത്മാർത്ഥമുള്ള ഒരു പണിക്കാരന് ലോകത്ത് ഒരു മേസ്ത്രിക്കും കൊടുക്കല്ലേ. സ്പാർക്ക് നോക്കാം. സ്പാർക്കില്ല. ഉറപ്പായിട്ട് സ്പാർക്കായി കാണും. സ്പാർക്ക് മാത്രം തോന്നുന്നില്ല. നല്ല നാടൻ സ്പാർക്ക്. ഇതിനാ ഇഷ്ടമായി കാണും അല്ലേ? പക്ഷേ ഓ എന്റെ പൊന്നെ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ചിഞ്ചു, ടെനിയാട്ടിനൊരു കവിത പാടട്ടെ? ഓ വേണോന്നില്ല ഏട്ടാ. അല്ല, കവിതയും കൂടി പാടാം. എനിക്കുണ്ടൊരു മുത്തശ്ശി, കഥകൾ പറയും മുത്തശ്ശി, എന്നെ ഉറക്കും മുത്തശ്ശി, പക്ഷെ ഇപ്പ വൃദ്ധസദനത്തിലാണ് മുത്തശ്ശി. പോയേ, എല്ലാരും ക്ലാസ്സിൽ പോയി. ചീത്താവല്ലേ? ചെല്ല് ചെല്ല്. എടാ മഹാബാബി, സ്വന്തം അമ്മൂമ്മനെ വൃദ്ധസദനത്തിലാക്കിയിട്ട് കവിത ഇല്ലണോ? എടാ ജനത വീട്ടിൽ നീ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ സ്പാർക്ക് നോക്കണ്ടേ? നീ എന്തിനാ സ്പാർക്ക് നോക്കണ്ട? അത് നോക്കാൻ ലല്ലൂല്ലേ? എടാ അവൻ ഇവിടെ നിപ്പുണ്ട്, അവന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ ആളെ കൂട്ടിയാണ്. അവനെവിടെ? എവിടെ? അവിടെയാണ്. ആ അവിടെ. ഇത് ടീച്ചർമാരെ സ്റ്റാഫ് മുറിയാണ്. ആ ശരിയാണല്ലോ. എന്നാലും ചെല്ലി വെല്ലം മലര അവല പൊരിയൊക്കെ കിട്ടിയാണെങ്കില. വേണ്ട, ശരിയാവില്ല. എന്താ ഇതിന്ന് ആരെങ്കിലും സ്പാർക്കിച്ചാ? സ്പാർക്ക് മാത്രമില്ല. ഒരാളെ പോലും കണ്ടില്ല. ഒരെണ്ണത്തിന് പോലും കിട്ടിയില്ല. സാരല്ല, നമുക്ക് വേറെ നോക്കാം.